വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 3 മാർക്കിൻ്റെ ഉറപ്പായ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റിയുടെ ആപ്ലിക്കേഷന് വരുന്ന സെക്കൻഡ് ആപ്ലിക്കേഷന് വരുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത് വെച്ചുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനോട് ബന്ധപ്പെട്ട മുഴുവൻ ക്വസ്റ്റ്യനും മക്കളെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. എങ്കിൽ നമുക്ക് നേരെ ക്വസ്റ്റ്യനോട് കിടക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലെ പല ക്വസ്റ്റ്യൻ ചോദിക്കാം. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡിലും ചോദിക്കാം, വെലോസിറ്റി ഓഫ് സൗണ്ട് ചോദിക്കാം, അങ്ങനെ കൈനറ്റിക് എനർജി ചോദിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്, സിംപ്ലി ഫോഴ്സിനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൾ കാണും, സെൻട്രിപെറ്റൽ ഫോഴ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേടാ? ഇനി ഈ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ വരും. ഇപ്പോൾ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡിലും ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ വരും. ഇനി വെലോസിറ്റി ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ വരും. അപ്പോൾ ആരെയാണോ കണ്ടുപിടിക്കേണ്ടത്, ആ കണ്ടുപിടിക്കേണ്ട ആളെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി വെക്കുക. കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഫോഴ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഫോഴ്സിനെ നിങ്ങൾ നൈസായിട്ട് ഇവിടെ എഴുതുക. ഓക്കെ അല്ലേടാ? ഫോഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നൈസായിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് ഫോഴ്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി അല്ലേടാ? ആ ഫോഴ്സ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ പ്രപ്പോർഷണാലിറ്റി ഇടുക. ഓക്കെ, എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ. ഇപ്പോൾ ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡിലും ആണെങ്കിൽ ടൈം പീരീഡ് ടി ഇടുക, പ്രപ്പോർഷണാലിറ്റി ഇടുക. ഇനി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുക, ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? യെസ്, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അടിപൊളി, മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ നിങ്ങൾ അടുത്ത ചെയ്യേണ്ട പരിപാടി ഇവിടെ മാസ് ഇടുക, റേസ് ടു a കൊടുക്കുക. കാരണം മാസിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ m റേസ് ടു a കൊടുത്തു. എയുടെ വാല്യൂ 1 ആകാം, 2 ആകാം, 3 ആകാം. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇനി അടുത്ത ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ v റേസ് ടു നമുക്ക് b കൊടുക്കാം. ഡൺ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. യെസ്, റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സി കൊടുക്കാം. എ ബി സി, എയും ബിയും സിയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്തുപയോഗിച്ചുകൊണ്ടാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ചുകൊണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ. എല്ലാ ഡെറിവേഷൻ നമ്മളിങ്ങനെ ഡെറിവ് ചെയ്യുമ്പോഴും പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നിങ്ങൾ കോൺസ്റ്റന്റ് കെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ കെ എന്ന് അവസാനം വരെ എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. റെഡിയാടാ മക്കളെ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രപ്പോർഷണാലിറ്റി ഇതാ മാറ്റാൻ വേണ്ടി ഒരു കെ കൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്നു. കെ ഇൻറ്റു എം റൈസ് ടു എ, വി റൈസ് ടു ബി ആൻഡ് ആർ റൈസ് ടു സി. ഇനിയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി. ഒരു ഇക്വേഷൻ മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനും റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയമെൻഷൻസ് ഇക്വേറ്റ് ചെയ്യാം. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോഴ്സ് എന്ന് പറയുന്നത് mlt റൈസ് ടു -2 ആണ് ഡയമെൻഷൻ. കെ കോൺസ്റ്റന്റ് ആണ് മക്കളെ. ഇങ്ങനെയുള്ള പ്രോബ്ലത്തിലൊന്നും കോൺസ്റ്റന്റ് ഡയമെൻഷൻ കാണില്ല. അഥവാ കാണുവാണെങ്കിൽ ക്വസ്റ്റ്യൻ തരും. സാധാരണഗതിയിൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അപ്പോൾ കെയ്ക്ക് ഡയമെൻഷൻ ഇല്ല. ഇനി മാസിൻ്റെ ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് m ആണ്. m റൈസ് ടു a കൊടുത്തു. വെലോസിറ്റി ഡയമെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് lt റൈസ് ടു -1 ആണ്. വെലോസിറ്റി ഡയമെൻഷൻ lt റൈസ് ടു -1 ആണ്. അതിൻ്റെ പവർ എന്ന് പറയുന്നത് b ആണ്. ഇനി റേഡിയസ് ലെങ്ത് ആണ്, ഡയമെൻഷൻ l ആണ്. അപ്പോൾ l റൈസ് ടു c എന്ന് കൊടുത്തു. ഇനി ഞാനിന്ന് ഓർഡർ ആക്കുന്നു. ഇവിടെ m ഉണ്ട്, ഇവിടെ l ഉണ്ട്, ഇവിടെ t റൈസ് ടു -2 ഉണ്ട്. m മാത്രമാണെങ്കിൽ m റൈസ് ടു 1, l മാത്രമാണെങ്കിൽ l റൈസ് ടു 1. ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ദെൻ എമ്മിൻ്റെ ടൈം ഇവിടെ m റൈസ് ടു a മാത്രം, എല്ലിൻ്റെ ടൈം 2 പേരുണ്ട്. ഇവിടെ ഒരു b വരും. അപ്പോൾ l റൈസ് ടു ബിയും l റൈസ് ടു സിയും l റൈസ് ടു b പ്ലസ് സി എന്ന് എഴുതാം. ഇനി t റൈസ് ടു മക്കളെ അടുത്ത് നമുക്ക് എഴുതാൻ പോകുന്നത് -b ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്നും എയും ബിയും സിയും കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ പരിപാടി. ആദ്യം തന്നെ a കണ്ടുപിടിച്ചു. എയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആരെ കണ്ടുപിടിച്ചു? എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എയുടെ വാല്യൂ എന്താണ്? 1 ആണ്. കാരണം ഇവിടെ എമ്മിൻ്റെ പവർ a ആണ്. ഇവിടെ എമ്മിൻ്റെ പവർ 1 ആണെങ്കിൽ a = 1 ആയിരിക്കും, സ്വാഭാവികം. അടുത്തത് ബി പ്ലസ് സിയുടെ വാല്യൂ എന്താണ്? 1 ആണ്. എല്ലിൻ്റെ പവറുടെ ബി പ്ലസ് സി ആണ്, എല്ലിൻ്റെ പവറുടെ 1 ആണ്. അപ്പോൾ ബി പ്ലസ് സി = 1 എന്ന് എഴുതാം. അടുത്ത ഇക്വേഷൻ കിട്ടി, ബി പ്ലസ് സി = 1 എന്ന് കിട്ടി. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ടൈമിൻ്റെ ഈ ടീൻ്റെ പവറിനെ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ -2 ആണ്, ഇവിടെ -b ആണ്. അപ്പോൾ ഉറപ്പായി നമുക്ക് പറയാം b എന്ന് പറയുന്നത് -b എന്ന് പറയുന്നത് -2 എന്ന് പറയാം. -b എന്ന് പറയുന്നത് -2 ആണ്. അവിടെ നിന്ന് നമുക്ക് b കിട്ടി, b = 2 കിട്ടി. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് സിൻ്റെ വാല്യൂ കൂടെ എന്ത് ചെയ്യാം മക്കളെ, ഒന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവനെ എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം മക്കളെ, ഒന്ന് നോക്കിയടാ. അപ്പോൾ ഞാനിതിൽ എഴുതാൻ പോകുന്ന ശ്രദ്ധിക്കുക. നമുക്കിതിനെ ഇങ്ങനെ എഴുതാം,
2 + c = എന്താണ് മക്കളെ 1 എന്ന് എഴുതാം. ദെൻ c = മക്കളെ നമുക്ക് എഴുതാം -1 എന്ന് എഴുതാം. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. ഇതെല്ലാം കൂടെ എടുത്ത് ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഏതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ? ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അടിപൊളിയല്ലേടാ? ദെൻ ആൻസറിലോട്ട് നമ്മൾ ഓടിച്ചാടി എത്താൻ പോകുന്നു. നമുക്കിതാ ആൻസർ കിട്ടാൻ പോകുന്നു. 3 മാർക്ക് നമുക്കിതാ നമ്മുടെ കൈക്കുമ്പിൾ ആകാൻ പോകുന്നു. F = K × എമ്മിൻ്റെ പവർ എന്താടാ? എ ആണ്. A = 1 ആണ്. അപ്പോൾ m⁻1 ദാറ്റ് സിംപ്ലി m എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ്? അടുത്ത വെലോസിറ്റി ആണല്ലേ v. വിയുടെ പവർ എത്രയാണ് മക്കളെ? വിയുടെ പവർ എത്രയാണ്? യെസ്, ബിൻ്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. യെസ്, 2 എന്ന് എഴുതുക. ഇനി 6 സി എന്ന് പറയുന്നത് -1 ആണ്. യെസ്, -1 ഇട്ടു. ഇതിനൊന്ന് അറേഞ്ച് ചെയ്തു. F = മക്കളെ ഇങ്ങനെ എഴുതാം K × mv². r⁻1 താഴെ പോകുന്നു. അതാണ് mv²/r. ഇനി നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കെയുടെ വാല്യൂ പഠിക്കും. കെയുടെ വാല്യൂ 1 ആണ്. ഇനി ഇങ്ങനെ ഇത്രയും എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും മക്കളെ? ഇത്രയും എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. കാരണം നമുക്ക് കെയുടെ വാല്യൂ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കും. അവിടെ കെൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ അറിയും. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ അറിയാമെങ്കിൽ അറിയണം കേട്ടോ. കാരണം +1 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണിത്. ഓക്കെ, കെയുടെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. അവസാനം ഇക്വേഷൻ എഴുതുക mv²/2. മക്കളെ കിട്ടിക്കഴിഞ്ഞു നമുക്ക് 2 മാർക്ക്. അടിപൊളിയായിട്ട് നമ്മൾ തകർത്തിത 2 മാർക്ക് കൈക്കുമ്പിളാക്കിയിരിക്കുകയാണ്. 2 അല്ല 3 മാർക്ക്. ഈ ക്വസ്റ്റ്യൻ ഉറപ്പായും ചോദിക്കും. 3 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഇങ്ങനെയുള്ള അടിപൊളി ഷോർട്ട് കട്ട് വീഡിയോയും ട്രിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലടാ.